നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈദ്യൻ. ജോഷ് പ്രസൻസ് നുന്നൂസിൻ്റെ കേരള കാഴ്ചകളിൽ നമ്മൾ ഇന്ന് പോകുന്നത് പൊന്മുടിയിലേക്കാണ്. നമുക്ക് ട്രിവാൻഡ്രത്തുനിന്ന് പെട്ടെന്ന് സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പൊന്മുടിയുണ്ട്, നെയ്യാറുണ്ട്, അതേപോലെ കന്യാകുമാരിയുണ്ട്. കന്യാകുമാരി നമ്മുടെ തമിഴ്നാട് സെഷൻ ചെയ്യുമ്പോഴായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊന്മുടിക്ക് പോകും. അങ്ങനെ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഇനി ഞങ്ങൾ പോകുന്നത് വളരെ ശാന്തസുന്ദരമായ ഒരു ഡെസ്റ്റിനേഷനിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ് പൊന്മുടി. ഒരു ദിവസമൊക്കെ നമുക്കൊന്ന് ചില്ല് ചെയ്ത്, അതായത് കുറച്ച് തണുപ്പും ഒരു തണുത്ത കാറ്റും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും വളരെ വേഗം പോകാൻ പറ്റുന്ന സ്ഥലമാണ് പൊന്മുടി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ചെറുതായിരുന്നപ്പോഴാണ് പൊന്മുടിയിൽ പോയത്. അതിനുശേഷം ഇന്നാണിപ്പോൾ പൊന്മുടിയിൽ പോകുന്നത്. അത് അമ്മയ്ക്കും നുന്നൂസിനും സുജിത്തേട്ടനോടൊപ്പം ആയത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ നുന്നൂസിൻ്റെ ആദ്യത്തെ ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. 22 ഹെയർ പിന്നുകൾ കയറിയിട്ടാണ് നമ്മൾ പൊന്മുടിയിലെ മുകളിലെത്തുന്നത്. കാടും തണുപ്പും പച്ചപ്പും എല്ലാം കണ്ടിങ്ങനെ മനോഹരമായ ഒരു യാത്രയാണ്. എൻ്റെ ഒരു മനസ്സിൽ പൊന്മുടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പോയി ഉച്ചവരെയൊക്കെ ഇരുന്ന് ചില്ലായി വൈകുന്നേരം തിരിച്ചു വരണം എന്നൊക്കെയായിരുന്നു. പക്ഷെ പൊന്മുടിയിൽ സ്റ്റേ ചെയ്യുന്നതിനെ പറ്റി നേരത്തെയും സുജിത്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുവാൻ എന്താ ഈ പൊന്മുടിയിലുള്ളതെന്നുള്ളത്. പക്ഷേ അവിടെ ഒരു ദിവസം നിന്നപ്പോഴാണ് മക്കളെ മനസ്സിലായത് പൊന്മുടിയുടെ ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ സിറ്റിയിലെ ടൂറൊക്കെ കഴിഞ്ഞ് പൊന്മുടിയിലേക്ക് എത്തി. KTDCയിൽ ഗോൾഡൻ വീക്കിലാണ് നമ്മൾ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യുന്നത്. റൂമിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള വ്യൂ ആണ്. സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ ആണ്. ബാൽക്കണി വന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിഗംഭീര വ്യൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് കിടക്കുന്നുണ്ട്, അത്ര കോട കയറി കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലിയറായിട്ട് ക്യാമറയിൽ കിട്ടുന്നില്ല. C4ഉം C5ഉം ആണ് നമ്മുടെ റൂം. നിന്നൂസ് റൂം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽക്കം ചെയ്യാൻ ഒരു ടവൽസ് വെച്ചിങ്ങനെ ഒരു ചെറിയൊരു തലയെണ്ണത്തിനേക്ക് അത് ആസ് യൂഷ്വൽ എല്ലായിടത്തും ഉള്ള പോലെ ഉണ്ട്. റൂമും ഒരു ടേബിളുണ്ട്, ഒരു ചെറിയ ചെയറുണ്ട്, ഇവിടെയുണ്ടൊരു ടേബിള്. പിന്നെ പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ട് എല്ലാം കുപ്പിയിലാണ്, കുപ്പി ഗ്ലാസ്സൊക്കെയാണ്. ആസ് യൂഷ്വൽ നമുക്കൊരു ബ്യൂറോ സാധനങ്ങൾ വെക്കാൻ. പിന്നെ വാഷ്റൂം സൂപ്പറായിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഗോൾഡൻ പീക്കിലെ നമ്മുടെ C4ലെ വിശേഷങ്ങൾ. അങ്ങനെ പൊന്മുടി ഗോൾഡൻ പീക്കിൽ എത്തിയ ഉടനെ ഞങ്ങൾ റൂമിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നല്ലോ. ലഞ്ച് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ലഞ്ചിൻ്റെ സമയത്ത് നമ്മൾ 2 പേരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒരാൾ നോമ്പായിട്ട് കഴിക്കാതിരിക്കുക. ഇവരെ അറിയാമല്ലോ. ആരാ? മറ്റേ കാർത്തികനോട് ചോദിച്ചപ്പോൾ സഞ്ചുട്ടക്കി എന്ന് പറഞ്ഞ പോലെ. ആക്ച്വലി കാർത്തിക് ഇവിടെ വന്നത് നീരുവിൻ്റെ ചാനലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കാർത്തികന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അത് കാണണമെങ്കിൽ നിങ്ങൾ നീരുവിൻ്റെ ചാനലിൽ തന്നെ പോകണം. അപ്പോൾ നമുക്ക് ഈ ലഞ്ച് ഫിനിഷ് ചെയ്തിട്ട് പൊന്മുടിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണ്ടേ. ലഞ്ച് കഴിഞ്ഞാൽ കാർത്തികിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് നീരുവിൻ്റെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. കാണുമ്പോൾ അറിയാം എന്ത് ഭംഗിയായിരുന്നു അറിയാം. കോട വന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം ആ വീഡിയോയിൽ അത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ല. ഗോൾഡൻ പീക്ക് പൊന്മുടി, KTDCയുടെ ഗോൾഡൻ പീക്ക് പൊന്മുടിയിൽ നിന്നുള്ള വ്യൂ അസാധ്യമാണ്. പിന്നെ നമ്മൾ ടോപ്പിലോട്ട് വന്നു. ഇവിടെ എന്താ പറയുന്നത്, നല്ല ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. ഇങ്ങനൊരു ക്ലൈമറ്റ് ഈ സമയത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഭയങ്കര ചൂടായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ച്. പക്ഷേ നല്ല ക്ലൈമറ്റ്, നല്ല നമ്മുടെ ഗ്രാസ് മൗണ്ടൻ, പൊന്മുടി എന്നറിയപ്പെടുന്നത് എന്താ ഗ്രാസ് മൗണ്ടൻ എന്നല്ല അറിയപ്പെടുന്നത്. ഇതിന് ടോപ്പിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ടോപ്പിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. പക്ഷേ അസാധ്യ കേട്ടോ. വെർത്തിറ്റ് എന്ന് പറഞ്ഞാൽ വെർത്തിറ്റാണ് പൊന്മുടിയിൽ വന്നത്. നിങ്ങളിനി വരുമ്പോൾ ഈ ക്ലൈമറ്റ് ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആക്ച്വലി വരുമ്പോൾ ഒരു ഫോർകാസ്റ്റ് നോക്കിയിട്ട് വന്നാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഇന്നത്തെ ഫോർകാസ്റ്റ് എന്താണുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതേപോലത്തെ സിമിലർ ഫോർകാസ്റ്റ് ഉള്ള ദിവസങ്ങളിൽ, ക്ലൈമറ്റ് ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു വല്ലാത്ത വൈബ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ച് താഴെ KTDCയിൽ പോയിട്ട് നമ്മൾ കിടക്കുന്ന മുറി മാത്രമല്ല കണ്ടുള്ളൂ, മറ്റു റൂംസും അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഗോൾഡൻ പീക്കിൻ്റെ ഹിൽ വ്യൂ റൂംസിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ആക്ച്വലി 14 ഹിൽ വ്യൂ. ഞാൻ താമസിക്കുന്ന റൂം കാണിച്ചല്ലോ, അതെന്ന് പറയുന്നത് വാലി വ്യൂ ആണ്. അങ്ങനത്തെ 4 റൂം. പിന്നീടുള്ള റൂംസ് സ്യൂട്ട് ഉണ്ട്, സ്റ്റാൻഡേർഡ് റൂംസ് ഉണ്ട്. അതിലെല്ലാം ഇനി റെനോവേഷൻ. നമ്മളിപ്പോൾ ഈ കണ്ട റൂംസിൻ്റെ അതേ ഇൻറ്റീരിയറാണ് വരാൻ പോകുന്നത്.
അപ്പോൾ അത് റെനോവേഷൻ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്ത് കാണിക്കാതെ. അപ്പോൾ ഇതിൻ്റെ ആ വ്യൂ തന്നെ നിങ്ങൾക്കൊരു കണ്ടില്ലേ, നമ്മുടെ ആ കോട പോയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചതല്ലേ. ഈ ക്ലൈമറ്റ് നോക്കി നിങ്ങൾ വരിക പൊന്മുടിയിൽ, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് പോവാണ്. ഫുഡിന്റെ കാര്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്ക് അടുത്ത ബിരിയാണി ആണെങ്കിലും ഇന്ന് രാവിലത്തെ ഇഡ്ഡലി സാമ്പാർ അങ്ങനെ ഒത്തിരി വെറൈറ്റി ഒന്നുമില്ല. രാവിലെ ബൊഫെ ആയിരുന്നെങ്കിൽ പോലും ബ്രെഡ് ബട്ടർ ജാം തന്നെ ഉപ്പുമാവ് ഇഡ്ഡലി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് സാമ്പാറൊക്കെ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റ് ഉണ്ട്. ഇത്രയൊരു ഇതായിരുന്നു. പൊതുവെ ഹോട്ടൽസുകളിൽ ഇങ്ങനൊരു ടേസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ വീടുകളിലൊക്കെ വെക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ ബിരിയാണി ആണെങ്കിലും ഒരു അസാധ്യ ബിരിയാണി, ഒരു എന്താ പറഞ്ഞാൽ വലിയൊരു ദം ബിരിയാണി. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ദം ബിരിയാണി പോലെ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരു ഡീസൻറ്റ് ബിരിയാണി, അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. നമ്മൾ പൊന്മുടിയിലേക്ക് വരുമ്പോൾ 2 എൻട്രൻസ് ആണ് KTDC ഉള്ളത്. ആദ്യത്തെ എൻട്രൻസ് എന്ന് പറയുന്നത് KTDC റെസ്റ്റോറൻറ്റും, രണ്ടാമത്തതാണ് KTDC ഗോൾഡൻ പീക്കിലേക്കുള്ളതും ആയിട്ടുള്ള എൻട്രൻസ്. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ താഴേക്ക് ഇറങ്ങി നിങ്ങളെ കുറച്ച് വീറുകളൊക്കെ കാണിച്ച് നമുക്ക് അടുത്ത ദിവസം അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം. ബൈ ബൈ. നുന്നൂസ ബൈ ബൈ പറഞ്ഞേ. അതെ, 2 തരങ്ങൾ വേറെ